ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നെസ്റ്റ് ബൈ രൂപ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളി ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ യൂസ്ഫുൾ ആയതും ലഞ്ച് ബോക്സിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ചുവപ്പ് നിറത്തിലുള്ള സബ്സ്ക്രൈബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തക്കാളി ചോറ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുകയാണ്. അതൊന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഓയിൽ നല്ലതുപോലെ ചൂടായതിന് ശേഷം 1.5 ടീസ്പൂണ് കടുക് ചേർക്കാം. ഇപ്പം തന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട ഒക്കെ ചേർക്കുന്നവരുണ്ട്. ഞാനിതൊന്നും ആഡ് ചെയ്യാതെയാണ് തക്കാളി ചോറ് ഉണ്ടാക്കുന്നത്. കടുക് നല്ലതുപോലെ പൊട്ടി വന്നതിന് ശേഷം ഞാനിവിടെ 1 ടീസ്പൂണ് കടലപ്പരിപ്പാണ് ചേർത്തത്. നിങ്ങളുടെ കയ്യിൽ ഉഴുന്ന് പരിപ്പുണ്ടെങ്കിൽ അതുകൂടെ 1 ടീസ്പൂണ് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക, ഒന്ന് ചുവന്ന് വന്നാൽ മതി. പിന്നെ ഞാനിവിടെ ചേർക്കാൻ പോകുന്നത് ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. അത് ചെറുതായി അരിഞ്ഞതാണ്. അതിൻ്റെ കൂടെ 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് ഞാനിവിടെ ചേർത്തത്. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുക്കുക. കാരണം ഇതിൽ വേറെ എരിവിനായിട്ട് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. അതുപോലെ തന്നെ സവാള നിങ്ങൾക്ക് ഇങ്ങനെ കൊത്തി അരിയണം എന്നില്ല, നീളത്തിൽ അരിഞ്ഞാലും മതി. എനിക്ക് ഇതാണ് ഒന്നുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊത്തി അരിഞ്ഞ് ചേർത്തത്. അപ്പോൾ ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, അത് പേസ്റ്റാണെങ്കിൽ പേസ്റ്റ് ചേർക്കാം. ഞാൻ ചെറുതായി അരിഞ്ഞതാണ് ചേർത്തത്. അതുകൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പോൾ ഒന്ന് നല്ലതുപോലെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറിയതിന് ശേഷം അതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. എരിവിന് നേരത്തെ ചേർത്ത പച്ചമുളക് മാത്രമേ ഉള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടിയിൽ പിടിക്കാനുള്ള ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ നല്ലതുപോലെ വഴറ്റി പൊടികളുടെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം ഞാനിവിടെ വലിയ 2 തക്കാളിയാണ് ഇതുപോലെ ചെറുതായി അരിഞ്ഞ് ചേർത്തത്. മീഡിയം സൈസ് തക്കാളിയാണെങ്കിൽ 3 തക്കാളി വരെ നമുക്ക് ചേർക്കാം. കാരണം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന തക്കാളി ചോറാണ്. അപ്പോൾ അതിൽ തക്കാളിയുടെ ഫ്ലേവർ തന്നെയാണ് മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പോൾ ഒരു സവാളയാണ് എടുക്കുന്നതെങ്കിൽ 2 വലിയ തക്കാളി തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ തക്കാളിയൊക്കെ ഒന്ന് വെന്തോടയണം. അതിനുവേണ്ടി നമുക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ചോറിലേക്കും ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതിനും കൂടെ കണക്കാക്കി ഞാൻ ഉപ്പ് ചേർക്കുന്നുണ്ട്. നിങ്ങൾ ചോറ് ഉപ്പ് ചേർത്ത് വേവിച്ച് വെച്ചതാണെങ്കിൽ ഇതിലേക്ക് മാത്രമുള്ള മസാലയിലേക്ക് മാത്രമുള്ള ഉപ്പ് ചേർത്താൽ മതിയാകും. പിന്നെ ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പഴുത്ത തക്കാളിയാണ്. തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് ഉടഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഏതാണ്ട് നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. 2 മിനിറ്റ് ഇതുപോലെ തുറന്ന് വെച്ച് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാകും. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് കിട്ടും. സ്റ്റാർട്ടിങ് പറഞ്ഞല്ലോ ഞാൻ ഗ്രാമ്പു, ഏലക്ക, പട്ട അതൊന്നും ഇട്ടിട്ടില്ല എന്ന്. അപ്പോൾ അതിന് പകരം ഞാൻ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത്, ഞാനത് അവസാനമാണ് ചേർക്കുന്നത്. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയില കൂടെ ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇട്ട് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചോറ് ചേർക്കാം. അപ്പം ചോറ് ഞാൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇവിടെ കിട്ടുന്ന ബോയിൽഡ് റൈസാണ്. അതാകുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യാൻ പറ്റുന്നത് കാരണം ഞാൻ അതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് പൊന്നിയരി എടുക്കാം, അതല്ല ചോറ് വെക്കാൻ ഉപയോഗിക്കുന്ന അരിയും എടുക്കാം. പക്ഷേ ഒന്നുകൂടെ ടേസ്റ്റ് പൊന്നിയരി ആയിരിക്കും. അതല്ലെങ്കിൽ ബസ്മതി റൈസും എടുക്കാവുന്നതാണ്. അപ്പോൾ അരി ഓൾറെഡി കുക്ക് ചെയ്ത് ചോറാക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനൊക്കെ ഉള്ള സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാനാണെങ്കിൽ രാത്രി നമുക്ക് ഇതുപോലെ ചോറ് വെച്ച് വെക്കുകയാണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് കഴിയുന്ന പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ചോറ് ചേർത്ത് നല്ലതുപോലെ ഈ മസാലയൊക്കെ എല്ലായിടും എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ ഉണ്ടാക്കിയത് 3 പേർക്ക് ഒരു നേരം കഴിക്കാനുള്ള ഒരളവിലാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്നതിനനുസരിച്ച് ക്വാണ്ടിറ്റി എടുത്ത സാധനങ്ങളൊക്കെ കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്.
പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാം. ഓൾറെഡി കുക്ക് ചെയ്ത റൈസ് ഉണ്ടെങ്കിൽ. നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തു. ഇനി മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതുപോലെ മുകളിൽ കുറച്ചുകൂടെ മല്ലിയില വിതറി കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം, അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങുന്നത് വരെ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ്, ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് ഇവിടെ റെഡിയായി 5 മിനിറ്റ് കൊണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട. നമുക്കൊരു സാലഡോ പിക്കിളോ മാത്രം മതിയാകും. പക്ഷെ ഞാനിവിടെ ഉരുളക്കിഴങ്ങും പയറും ഇട്ടൊരു മെഴുക്ക് വരട്ടി കൂടെ എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായ റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് രൂപ്സ്.